നമസ്കാരം. ഇന്ത്യയെ നിയന്ത്രിക്കുന്നത് 6 പേരാണ് എന്ന് രാഹുൽ ഗാന്ധി. യഥാർത്ഥത്തിൽ ഒരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടവരെ പോലെയാണ് ഇന്ത്യയുടെ യുവാക്കളും പിന്നോക്കക്കാരും ദളിതരും ജോലിയില്ലാത്തവരും മധ്യവർഗവും താഴോട്ടെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വളരെ വൈറലാണ്. അതിനെക്കുറിച്ച് അനുകൂലമായിട്ടും എതിരുമായിട്ടും അഭിപ്രായമുള്ളവർ. പക്ഷെ രാഹുൽ ഗാന്ധി പോയിന്റ് ഔട്ട് ചെയ്യുന്നത് 6 പേരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ തീരുമാനിക്കുന്നത്. അതായത് ഇവർക്കാണ് ഇന്ത്യയുടെ പോളിസി മേക്കിങ്ങിൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഏറ്റവും ക്രിട്ടിക്കൽ സ്വാധീനമുള്ളത്. അത് ആരൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. 1 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, 2 RSSന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്ജി, 3 ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ, 4 നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ, 5 അംബാനി അദാനി. ഈ 6 പേർ ചേർന്നാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ തീരുമാനങ്ങളിൽ വലിയൊരു ശതമാനം എടുക്കുന്നു എന്ന വാദമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. അതൊരു ലെഫ്റ്റ് ലിബറൽ സ്പെക്ട്രത്തിൽ നിന്ന് അല്ലെങ്കിൽ മധ്യ ഇടതിൽ നിന്നോ ഇടത് സ്പെക്ട്രത്തിൽ നിന്നോ ഉയരുന്ന വളരെ ശക്തമായ ഒരു വിമർശനമാണ്. പ്രത്യേകിച്ച് അംബാനിയുടെയും അദാനിയുടെയും പേരെടുക്കുകയും അവർ ലോക്സഭയിൽ ഇല്ലാത്തവരായതുകൊണ്ട് തന്നെ അതിശക്തമായ വാക്പോര് ലോക്സഭയിൽ ഉണ്ടായി. അപ്പൊ രാഹുൽ ഗാന്ധി തിരിച്ചത് A1 A2 വേണമെങ്കിൽ പറയാം എന്ന് പറയുകയുണ്ടായി. ഈ 6 പേർ, അതായത് പൊതുവെ രാഹുൽ ഗാന്ധി ആ വാക്കിലൂടെ അർത്ഥമാക്കുന്നത് ഇന്ത്യയുടെ ഒരു ഡീപ് സ്റ്റേറ്റ് കൾച്ചർ എന്ന് ഉദ്ദേശിച്ചാണ്. ഡീപ് സ്റ്റേറ്റ് എന്ന് പൊതുവെ പറയുമ്പോൾ എല്ലാ രാജ്യത്തും, ഇന്ത്യയിൽ മാത്രമല്ല ടർക്കിയിലാണ് യഥാർത്ഥത്തിൽ ഈ പ്രയോഗം തുടങ്ങിയത്, പക്ഷെ എല്ലാ രാജ്യത്തും ആ രാജ്യത്തിന്റെ കോറായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു വിഭാഗം കാണും. അത് ഏത് പാർട്ടി ഇരുന്നാലും കാണും, ഏത് പ്രത്യയശാസ്ത്രം ഇരുന്നാലും കാണും, ഏത് നാട്ടിലും കാണും, ഏത് ഭൂഖണ്ഡത്തിലും കാണും. അപ്പോൾ ഇന്ത്യയിലെ 6 പേർ ഇവരാണ് ഇന്ത്യയുടെ ക്രിട്ടിക്കൽ ഡിസിഷൻ മേക്കേഴ്സ്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റിസോഴ്സസിനെ പോളിസി വെച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നവർ എന്നാണ് രാഹുൽ ഗാന്ധി അതിൽ സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതിൽ ഒബ്വിയസ് ആണ്, കാര്യം അവർ ജനങ്ങൾ തിരഞ്ഞെടുത്തത് കൂടെയാണ്. ബാക്കി 4 പേരുണ്ട്, അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലെന്നും പക്ഷേ എന്നിരുന്നാൽ പോലും അവർക്ക് ക്രിട്ടിക്കലായ ഒരു സ്വാധീനം ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശം. 1 ഹൈ പ്രൊഫൈലായ ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്ന് പറയുന്ന അജിത് ഡോവൽ എന്ന് പറയുന്ന വ്യക്തിത്വം. എനിക്ക് തോന്നുന്നു എല്ലാ പാർട്ടികളും അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഇന്ത്യയുടെ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റിനൊക്കെ ഒരുപാട് വലിയ സേവനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അത് കോൺഗ്രസിന്റെയും BJPയുടെയും ഒക്കെ കാലത്ത് വളരെ പ്രാധാന്യം ലഭിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം കൂടുതൽ BJP ലീനിങ് ആണ് എന്ന് നമുക്കറിയാം. BJPയുടെ ഐഡിയോളജിക്കൽ പേരന്റായ RSS രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലക് മോഹൻ ഭഗവത്ജിയാണ്. മോഹൻ ഭഗവത്ജി എന്നും ഒരു മോഡറേറ്റ് ലൈൻ എടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. ഒരു സെൻട്രിസ്റ്റ് ലൈനോ ഒരു സെന്റർ റൈറ്റ് ഗാന്ധിയൻ ലൈനോ ഒക്കെ എടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. അതോടൊപ്പം അംബാനിയും അദാനിയും ഈ 6 പേരെ ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് അനുകൂലം കാണാം, എതിര് കാണാം, അങ്ങനെ പാടില്ലാതെ കാണാം, അങ്ങനെ വേണമെന്ന് പറയുന്നവർ കാണാം, തിരിച്ച് ഗാന്ധി പരിവാർ അപ്പുറത്ത് സ്വാധീനം ചെലുത്തുന്നു എന്ന് കാണാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള വാദഗതിയിൽ പറയാം. പക്ഷേ രാഹുൽ ഗാന്ധി ഈ പ്രസംഗത്തിൽ 6 പേരുടെ പേരെടുത്തു പറഞ്ഞത് രാഷ്ട്രീയ സർക്കിൾസിൽ ഒരുപാട് കൗതുകമുണ്ടാക്കി. പ്രത്യേകിച്ച് ചക്രവ്യൂഹം എന്ന പ്രയോഗം കൗതുകമുണ്ടാക്കി. ചക്രവ്യൂഹത്തിനെ പത്മവ്യൂഹം എന്ന് വിളിക്കുമെന്നും, ആ പത്മം എന്ന് പറഞ്ഞാൽ താമര, കമൽ, അല്ലെങ്കിൽ BJPയുടെ സിമ്പലാണ്, അത് പ്രധാനമന്ത്രി നെഞ്ചിൽ കുത്തിയാണ് പോകുന്നതെന്നും ഒക്കെ പറഞ്ഞത് രാഹുൽ ഗാന്ധി വേഴ്സസ് നരേന്ദ്രമോദി എന്ന് പറയുന്ന വളരെ രസകരമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഫൈറ്റിലെ ഒരു പ്രധാന ഘട്ടമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 6 പേർ, ആ 6 പേരെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ടതാണ്. അത് നമുക്ക് അനുകൂലിക്കാം, എതിർക്കാം, പകുതി അനുകൂലിക്കാം, പകുതി എതിർക്കാം. പക്ഷേ ഈ 6 പേരും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഇന്ന് മനസ്സിലാക്കാൻ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലക് മോഹൻ ഭഗവത്ജി, ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ശ്രീ അജിത് ഡോവൽ, ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ 2 പേർ അംബാനിയും മുകേഷ് അംബാനിയും ഗൗതം അദാനി.